പലതരത്തിലുള്ള സൈബർ തട്ടുകൾ നടക്കുന്ന സമയമാണിത്. പക്ഷേ ആ തട്ടിപ്പ് സംഘത്തെ തട്ടിക്കാനും വേണം ഒരു കഴിവ്, അല്ലെങ്കിൽ അവരെ കൊടുക്കാനും വേണം ഒരു കഴിവ്. അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. തലസ്ഥാനത്ത് ഡിജിറ്റൽ അറസ്റ്റ് സംഘത്തെ ക്യാമറയിൽ കുടുക്കിയിരിക്കുകയാണ് ഒരു മിടുക്കൻ, ഒരു ബിരുദ വിദ്യാർത്ഥി. മുംബൈയിലെ സൈബർ ക്രൈം പോലീസ് എന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത്. തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി അശ്വഘോഷാണ് തട്ടിപ്പ് സംഘത്തിന്റെ ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയത്. സംസ്ഥാനത്ത് വീണ്ടും ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിന്റെ വാർത്തകളാണ് പുറത്തുവരുന്നത്. തിരുവനന്തപുരം സ്വദേശി രാജേഷിനെ തട്ടിപ്പ് സംഘം കുരുക്കിൽ വീഴ്ത്താൻ ശ്രമിച്ചു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് സംഘത്തിന്റെ കോൾ രാജേഷിന് ലഭിച്ചത്. എന്നാൽ അവരുടെ വിദഗ്ധമായ ആസൂത്രണം രാജേഷിന്റെ മകൻ പൊളിച്ചടുക്കി. പലയിടത്തു നിന്നായി കെണിയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നവരുടെ നമ്പറുകൾ ഇവർ ശേഖരിക്കും. അതിനുശേഷം ഓൺലൈൻ മുഖേന ഇവരെ ഫോണിൽ ബന്ധപ്പെടും. പലരും ആദ്യ കോളിൽ തന്നെ കെണിയിൽ വീഴും. അങ്ങനെ വലിയ തുകകളടക്കം നഷ്ടപ്പെട്ടവർ കേരളത്തിൽ നിരവധിയാണ്. എന്നാൽ ഇന്ന് കുരുക്കിൽ വീഴ്ത്താൻ സംഘം തിരഞ്ഞെടുത്തത് പേരൂർക്കട സ്വദേശി TC രാജേഷിനെയാണ്. മാധ്യമപ്രവർത്തകനായ TC രാജേഷിന് ഇന്ന് ഉച്ചയോടുകൂടി സംഘത്തിന്റെ കോൾ ലഭിച്ചു. തട്ടിപ്പ് വാർത്തകൾ നിരന്തരം കേൾക്കാറുള്ളത് കൊണ്ട് തന്നെ സംശയം തോന്നി മകന് ഫോൺ നൽകി. പിന്നീട് തട്ടിപ്പ് സംഘത്തിന്റെ നാടകത്തിന് മകനും ഒന്നും അറിയാത്ത പോലെ കൂട്ടുനിന്നു. അവിടുന്ന് ഒരു ദിവസം ഫോൺ എടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ സിം ഉപയോഗിച്ച്, നിങ്ങളുടെ ID കാർഡുകൾ ഉപയോഗിച്ച് ഒരു സിം എടുത്തിട്ടുണ്ട്. ആ സിമ്മിൽ നിന്ന് കുറേ അധികം ഇല്ലീഗലായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രശ്നത്തിലാണെന്ന് പറയുന്നു. അപ്പോൾ ഞാനല്ല ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേന് ഇവർ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഇത് സൈബർ ക്രൈമിൽ ബോധിപ്പിക്കേണ്ട കാര്യമാണെന്ന് പറയുന്നു. എന്നിട്ട് ഈ കോള് സൈബർ സെല്ലിലെ ഒരു ഉദ്യോഗസ്ഥനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. നിങ്ങൾ 2 മണിക്കൂറിനുള്ളിൽ മുംബൈ സ്റ്റേഷനിലെത്തി ഈ കാര്യങ്ങൾ മുഴുവൻ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ മൊഴി നൽകണം എന്ന് പറയുന്നു. 2 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റില്ല എന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. അവർക്കും അത് തന്നെയാണ് വേണ്ടത്. കെണിയിൽ വീഴ്ത്താനായി വിദഗ്ധമായ ആസൂത്രണമാണ് തട്ടിപ്പ് സംഘം നടത്തുന്നത്. ഇതിനു പിന്നിൽ വലിയൊരു സംഘം തന്നെയുണ്ട്. ഓൺലൈൻ വഴി ബന്ധപ്പെട്ടതിന് ശേഷം സ്കൈപ്പിലെത്താൻ ആവശ്യപ്പെടും. അവിടെയും സംഘത്തിന്റെ നാടകം തുടരും. ഉദ്യോഗസ്ഥരാണെന്ന് തോന്നുന്ന രീതിയിൽ യൂണിഫോം അടക്കമുണ്ട്. മണിക്കൂറുകൾ നീണ്ടുനിന്ന ശ്രമത്തിന്റെ അവസാന നിമിഷമാണ് തട്ടിപ്പ് സംഘത്തിന് തങ്ങൾക്ക് പണിപാളിയെന്ന് മനസ്സിലാകുന്നത്. പ്രകോപിതരായവർ അശ്വഘോഷിനെ അസഭ്യം പറയുകയും ചെയ്തു. 2 മണിക്കൂർ നീണ്ടുനിന്ന ശ്രമങ്ങൾക്കൊടുവിലാണ് അശ്വഘോഷ് തട്ടിപ്പ് സംഘത്തെ വലയിൽ വീഴ്ത്തിയത്. സ്ക്രീൻ റെക്കോർഡിംഗ് ഉപയോഗിച്ച് ദൃശ്യങ്ങൾ അടക്കമെടുത്തു. തട്ടിപ്പിൽപ്പെട്ടതിനു ശേഷം പരാതികൾ പറയുന്നവരിൽ നിന്നും അശ്വഘോഷ് വ്യത്യസ്തനാകുന്നു. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.